ഹലോ. അപ്പം നാളെ കുട്ടിയച്ഛൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പം ഞാനിതാ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, കുട്ടികൾക്ക് ഫാൻസി ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ തന്നെ രാവിലെ കുട്ടീനെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് കടയിലേക്ക് പോയിട്ടോ. ചെന്ന് നോക്കുമ്പോൾ എന്താ കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഞാൻ ചെറിയമ്മയുടെ കടയിലേക്ക് പോയി, ബട്ടൺ ഹൗസിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ചെറിയമ്മേൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനിതൊക്കെ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ ചെറിയമ്മ വീഡിയോ എടുത്തോളാനും പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം വീഡിയോ ഒക്കെ എടുത്തുട്ടോ. പിന്നെ നേരത്തെ ആദ്യം തന്നെ വീഡിയോയിൽ കണ്ടതൊരു കുളമാണല്ലോ. ആ കുളം നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു കുളമാണ് കേട്ടോ. രാമൻകുളം എന്ന് പറയും. എല്ലാവരും ഇവിടെ നീന്തൽ പഠിക്കുന്നത് ആ കുളത്തിൽ നിന്നാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കടയിൽ നിന്ന് നേരെ ഫാൻസി കടയിലേക്ക് പോയേ. ഞാൻ എന്നും എന്ത് സാധനം വാങ്ങിക്കുകയാണെങ്കിലും ഞാനധികം ഈ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കാറ്. കാരണം നല്ല വില കുറവുണ്ട്, വില കുറവിന് തരാറുണ്ട് ഈ കാക്കൂട്ടോ. അപ്പോൾ കാക്കുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഞാനിതൊക്കെ ഒന്ന് വീഡിയോ എടുക്കുകയാണെന്നും പറഞ്ഞേക്ക്. കാക്കും പറഞ്ഞു നീ എടുത്തോളൂന്നും പറഞ്ഞേക്ക്. പിന്നെ ഞാൻ വെച്ചിട്ട് എല്ലാതും വീഡിയോ എടുത്ത് വെച്ചു കേട്ടോ. ഇതാ കുറേ ചെരുപ്പുകളും ഒക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് വേണം വീട്ടിലെത്തിയിട്ട് തനുവിനുള്ള ഡ്രസ്സ് അടിക്കാൻ കേട്ടോ. നാളെ എൻഗേജ്മെൻറ്റിന് ഇടാമെന്ന് വിചാരിച്ചിട്ട് അടിക്കുകയാണ്, പക്ഷെ മുഴുവനാക്കാൻ പറ്റിയില്ല. മിത്തുവിനുള്ളത് അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു വരിവായി. പിന്നേക്ക് ഇത് സമയം കിട്ടിയില്ല. പിന്നെ ഇത് അടിക്കൽ കഴിഞ്ഞിട്ട് വേണം തറവാട്ടിലേക്ക് പോകാനെന്ന് വെച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും സമയമായി പോകാനുള്ളത്. അപ്പോൾ എനിക്ക് മിഡി അടിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ അതിനുള്ള ടോപ്പ് അടിക്കണ വീഡിയോ കുറച്ച് നേരം എടുത്തു എന്നുള്ളൂ. പിന്നെ തനുവിന് ഈ ഡ്രസ്സ് ഇട്ട് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ ഞാനൊരു ഫ്രോക്ക് ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് രണ്ടാളേനും ഒരുപോലത്തെ ഡ്രസ്സ് ഇടിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചത്. അതൊന്നും നടന്നില്ല. പിന്നെ ഇത് വീഡിയോ എടുക്കാൻ ഞാൻ ഒരു ഭാഗത്ത് അങ്ങോട്ട് ഫോണ് കുത്തിച്ചാരി വെച്ചു. പിന്നെ അടിക്കണത് കുറച്ച് നേരം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. ഈ വീഡിയോ ഒക്കെ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നതും പോസ്റ്റ് ചെയ്യണതും. അല്ലാതെ വെറുതെ ഒരു രസത്തിന് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണതല്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടണേന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ചെയ്യണത്. ഇനി ഈ വീഡിയോൻ്റെ ബാക്കി നാളത്തെ വീഡിയോയിലുണ്ടാവും കേട്ടോ. നാളത്തെ എൻഗേജ്മെൻറ്റിൻ്റെയും പിന്നെ തറവാട്ടിലേക്ക് ചെന്നിട്ട് കുറച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതൊക്കെ നാളത്തെ വീഡിയോയിലിടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.